രോഹിത്ത് മനുവിനെയും കൂട്ടിപ്പോയി DNA ടെസ്റ്റ് എടുക്കുന്നുണ്ട്. അലീന തൻ്റെ ചേച്ചിയാണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സംശയം നികത്താനായിട്ട് മനുവിനെയും കൂട്ടി പോവാണ്. അങ്ങനെ റിസൾട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വീട്ടിലേക്ക് വരികയാണ്. അതിൻ്റെ ഫുൾ സ്റ്റോറി നമ്മൾ ഇറ്റ്സ് മീ യാസിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ രോഹി ആ DNA റിസൾട്ടുമായിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് കയറാണ്. ഈ സമയത്ത് മനു വിളിച്ചിട്ട് ബാലനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അലീനയോടും പറയുന്നുണ്ട്. അങ്ങനെ തൻ്റെ സഹോദരൻ തന്നെ മനസ്സിലാക്കിയില്ലെന്നോർത്ത് അലീനയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ബാലേന്ദ്രൻ ഇനിയിപ്പോൾ രോഹിത്ത് നന്നാവാതിരിക്കും എന്നൊരു പ്രതീക്ഷ കൂടി മനസ്സിലുണ്ട് കേട്ടോ. മനുവിനോട് രോഹി അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇനി നന്നാവാൻ പോവാണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ ബാലനും മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. അങ്ങനെ ഡോർ തുറക്കുന്നത് അലീനയാണ്. കയറി വന്ന പാടെ എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറയുമ്പോൾ ഇപ്പം കൊണ്ടുവരാം എന്നും പറഞ്ഞ് അവൾ ഓടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണ് രോഹി. ഈ സമയം ബാലനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവൾ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം കിടക്കാൻ പോവാണ്, എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വൈജി ഇറങ്ങി വരുന്നുണ്ട്. നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ മുറിയിലേക്ക് ഒന്ന് വാ എന്ന് പറയാണ്. അപ്പോഴേക്കും രോഹിത് അവിടെ നടന്നിട്ട് വൈജയുടെ കൂടെ മുറിയിലേക്ക് പോവാണ്. വൈജ ഡോറടച്ച് കുറ്റിയിടുന്നുണ്ട്. ബാലൻ പറയുന്നുണ്ട്, ഇപ്പം എന്തായാലും നീ സഹോദരിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കുറച്ചൊക്കെ അവൻ മാറ്റമുണ്ട്. ഇനിയിപ്പോൾ അകത്തേക്ക് കയറ്റി അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അത് മാറ്റിക്കുമോ? ഇവരെയും കൊണ്ട് വേറെ വീട്ടിലേക്ക് പോകാനാണല്ലോ അവളുടെ ഉദ്ദേശം. ഇനിയിപ്പോൾ അതായിരിക്കുമോ സംഭവിക്കാൻ പോണത് എന്ന് ചോദിക്കുകയാണ്. അറിയില്ല അച്ഛാ, എന്താണേലും വരുന്ന പോലെ അറിയാം. ഞാൻ സഹോദരിയാണെന്ന് അവൻ മനസ്സിലാക്കിയല്ലോ, അത് തന്നെ വലിയ കാര്യം. വൈജി രോഹിയെ അകത്തേക്ക് കയറ്റാണ്. അല്ല, നീ എവിടെ പോയിരുന്നു? അത് പിന്നെ ഞാൻ മനുവേട്ടനെ കാണാൻ. എന്തിന്? അല്ല, ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പോയതാ. അല്ല, 2-3 ദിവസമായിട്ട് നീ കറക്കാണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? അടുത്തെന്തെങ്കിലും പരിപാടി ഒപ്പിക്കാനാണോ? അതൊന്നുമല്ല. അമ്മ വിളിച്ച കാര്യം പറ. വേറൊന്നുമല്ല. എന്തായാലും ഞാൻ വീട് മാറാൻ തീരുമാനിച്ചിരിക്കാം. നിന്റെ അഭിപ്രായം എന്താ? എൻ്റെ കൂടെ വരുമോ? ഇല്ലമ്മേ, ഞാൻ വരില്ല. എന്താ വരില്ലെന്നോ? അതെന്താ? അമ്മേ, അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് എന്തായാലും ഞാൻ ഇനി അങ്ങോട്ടേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാടാ 3 മാസം അഡ്വാൻസും കൊടുത്ത് വീടെടുത്തിട്ടത്? നീയൊക്കെ വരും എന്നുള്ള വിശ്വാസം കൊണ്ടല്ലേ? അമ്മ എന്നോട് ചോദിച്ചിരുന്നോ വീടെടുക്കട്ടെന്ന്? ഇല്ലല്ലോ. അമ്മയുടെ അഹങ്കാരം കൊണ്ട് അമ്മ കാണിച്ചു കൂട്ടിയതല്ലേ. അതിനിപ്പോൾ ഞങ്ങൾ എന്തിനാ പറയുന്നേ? എൻ്റെ അഹങ്കാരം കൊണ്ടോ? അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ പറയണോ? എൻ്റെ അഹങ്കാരം കൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തത്? അതെ, അമ്മയുടെ അഹങ്കാരം കൊണ്ട് തന്നെയാ. അമ്മക്ക് അമ്മ മാത്രം മതി. അമ്മയുടെ സെൽഫിഷാ അമ്മ. അമ്മ എപ്പോഴും സെൽഫിഷായിട്ട് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അമ്മയുടെ കാര്യം മാത്രം നടക്കണം. അതുകൊണ്ട് അതിനൊന്നും ഇനി എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ വരില്ല അല്ലേ? ഇല്ല, ഞാനും വരില്ല. ബബിതയും വിടില്ല. അമ്മയുടെ കൂടെ വന്നാലേ അവളോട് നശിച്ചു പോകും. എന്താടാ നീ പറഞ്ഞത്? അപ്പോൾ നീ നശിച്ചതിന് കാരണം ഞാനായിരുന്നോ? അതെ, അമ്മ തന്നെയാ. ഞാൻ എന്താണ് നിന്നെയൊക്കെ ചെയ്തത്? അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണമായിരുന്നു. അച്ഛനെ അമ്മ ഭരിപ്പിക്കുകയല്ലായിരുന്നോ ഏത് നേരവും? കുഞ്ഞിലെ മുതലേ ഞങ്ങൾ കാണുന്നതാ. അമ്മച്ചൻ പറഞ്ഞ ഒരു വാക്കെങ്കിലും അമ്മ അനുസരിക്കായിരുന്നോ? പകരം അമ്മ പറഞ്ഞ എന്തും അച്ഛൻ അനുസരിച്ചോണം. അമ്മയുടെ കാലിങ്കീഴെ കിടന്നോണം. ഈ വീട് നോക്കുന്നതും ഭരിക്കുന്നതും എല്ലാം അമ്മയായിരുന്നു. ഒരിക്കലും സ്നേഹത്തോടെ ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ? ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചുള്ള വഴക്ക് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാം അച്ഛനുള്ള ദേഷ്യം പോലെ അമ്മ കാണിച്ചുകൊണ്ടിരുന്നേ. എന്നിട്ടും അച്ഛൻ പാവം എല്ലാം കേട്ട് സാധിച്ചു ക്ഷമിച്ച് നിന്നില്ലേ? അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും അച്ഛൻ തയ്യാറല്ലായിരുന്നോ? വൈജ എന്ന് പറഞ്ഞാൽ അച്ഛൻ മരിക്കില്ലായിരുന്നോ? അത്രയ്ക്ക് സ്നേഹമല്ലായിരുന്നോ? ആ സ്നേഹം മുഴുവനും അമ്മ മുതലെടുക്കായിരുന്നു. അമ്മയുടെ സ്വാതന്ത്ര്യം അമ്മ അമിതമായുള്ള സ്വാതന്ത്ര്യം കാണിച്ചുകൊണ്ടിരുന്നത്. എല്ലാം കൊണ്ടും ഇപ്പം നശിച്ചു എന്ന് കരുതിയാൽ മതി. ഇനി നശിക്കാൻ ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ അച്ഛൻ്റെ ശിക്ഷണത്തിൽ ഇനി ഇവിടെ ജീവിച്ചോളാം. അമ്മയ്ക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്, അല്ലെങ്കിൽ അമ്മ എങ്ങോട്ടാന്ന് വെച്ചാൽ പോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം നീ എന്താടാ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് അമ്മ കേട്ടില്ലേ? അമ്മയ്ക്ക് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ അമ്മ പോവുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അവിടുന്ന് പുറത്തിറങ്ങി പോവാണ്. ഇത് കേട്ട് തകർന്നടിഞ്ഞ് വൈജ കട്ടിലിരിക്കുന്നുണ്ട്. രോഹി ഇങ്ങനെ പറയുന്നത് ഒരിക്കലും കരുതിയില്ല. രോഹിതൻ്റെ കൂടെ വരും തന്നെയായിരുന്നു വൈജ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ആകെപ്പാടെ തകർന്നു പോവാണ്. രോഹി അവിടെ നേരെ മുറിയിലേക്ക് പോവാണ്. ബാലനും അലീനയും അത് കാണുന്നുണ്ട്. ആ പോക്ക് അത്ര ശരിയില്ല അച്ഛാ.
രണ്ടുപേരും തമ്മിൽ മുട്ടൻ വഴക്കാരെന്നാണല്ലോ തോന്നുന്നത്. ആ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു പിടിയില്ല. ഞാനെന്തായാലും ഷോപ്പിലേക്ക് പോകണം, എനിക്ക് സമയമില്ല എന്നും പറഞ്ഞ് ബാലൻ പോകാൻ റെഡിയാവുകയാണ്. ഈ സമയം റൂമിലേക്ക് പോയതിനു ശേഷം രോഹിത്താണെങ്കിൽ കുളിക്കാനായിട്ട് കയറുന്നുണ്ട്. അപ്പോൾ വൈജ എങ്ങനെയെങ്കിലും അവനെ കണ്ട് സംസാരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമായിരിക്കും. ഈ സമയത്ത് അലീന അവിടുന്ന് ചായയുമായിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വൈജ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അലീന വൈജയുടെ മുഖത്തോലും നോക്കാതെ ക്രോസ് ചെയ്ത് പോകുമ്പം നിക്കടി അവിടെ എന്ന് പറയുന്നുണ്ട്. എന്താ മേഡം എന്ന് ചോദിക്കുമ്പം എൻ്റെ മോനെ കൂടി നീ വശത്താക്കിയല്ലടി എന്ന് ചോദിക്കുകയാണ്. മേഡം എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്ത് ചെയ്തെന്നാ? രോഹിനെ ഞാൻ എന്ത് വശത്താക്കിയത് നീ പറയുന്നേ? എല്ലാവരും പറഞ്ഞത് ഞാൻ കേട്ടു. നീ കാരണമാ എൻ്റെ മോൻ ജാമ്യത്തിൽ ഇറങ്ങിയത്. അങ്ങനൊരു ജാമ്യം പോലും അവന് വേണ്ടായിരുന്നു. മേഡം ഞാൻ കാരണമൊന്നുമല്ല, അവൻ തെറ്റ് ചെയ്തില്ല, അതുകൊണ്ട് അവനെ പുറത്തു വിട്ടു, അത്രേ ഉള്ളൂ. പിന്നെ അത് പറയാനുള്ള ധൈര്യം ആ കുട്ടിക്ക് നൽകി, അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും ബാലനെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കാതിരിക്കും. മതിയടി, നിന്റെ അട്ടഹാസം അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ നിർത്തിത്തരാം. നീ കുറേ ഇപ്പോൾ അഴിഞ്ഞാടുന്നുണ്ട്. നീ എന്താടേ കരുത് ഞാൻ തിരികെ വരില്ലെന്നോ? ഒരു പോക്ക് പോയെന്നോ? ആ പോക്കിൽ ഞാൻ മരിച്ചു പോന്ന് നീ കരുതിയോടി? എങ്കിലേ അതെല്ലാം നിന്റെ വെറും തോന്നൽ മാത്രമാ. ഞാൻ പൂർവാധിക ശക്തിയോടെയാ തിരികെ വന്നിരിക്കുന്നത്. നിനക്കിട്ടുള്ള പണി ഞാൻ തരുന്നുണ്ട്. എൻ്റെ പൊന്നു മേഡം, അലമ്പ് മഴക്കുണ്ടാക്കാനൊന്നും എനിക്ക് വയ്യ. ഞാനേ എൻ്റെ കാര്യം നോക്കി സന്തോഷത്തോടെ നിൽക്കാം, അതുമാത്രം മതി എനിക്ക്. ദയവ് ചെയ്ത് എന്നെ ടോർച്ചർ ചെയ്യരുത്. ഓ, നീ നിന്റെ കാര്യം നോക്കി സന്തോഷത്തോടെ നിൽക്കാതിരിക്കും, പക്ഷെ അതുകൊണ്ട് അനുഭവിക്കുന്നതേ ബാക്കി ഞങ്ങളെല്ലാവരുമാ. എൻ്റെ കുടുംബം നീ ഒറ്റയെടുത്ത് തകർത്തത് എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് അലീന പറയാണ്, സ്വന്തം ജീവിതം സ്വന്തമായിട്ട് തന്നെ തകർത്തത് അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൊള്ളാം. അല്ലാതെ ഞാൻ ആരും ജീവൻ തകർക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അലീന അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട്. ബാലനപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് അലീന മോളെ ഞാൻ പോവാണേ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇത് കാണുമ്പോൾ വൈജയ്ക്ക് ഒന്നുകൂടി കലിപ്പ് കയറുന്നുണ്ട്. അങ്ങനെ വൈജയ്ക്കാണെങ്കിലോ സ്റ്റെപ്പ് കയറാൻ ഒട്ടും വയ്യ കേട്ടോ. എന്നിട്ടും വലിഞ്ഞ് 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 കയറുകയാണ്. രോഹിത്തിൻ്റെ മുറിയിൽ പോയിട്ട് ഒന്നുകൂടി എന്നോട് സംസാരിക്കാനായിട്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ വലിഞ്ഞ് വലിഞ്ഞ് മുകളിലത്തെ മുറിയിൽ ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും രോഹി കുളിക്കാൻ കയറിയിരിക്കുകയായിരിക്കും. ഈ സമയം അവിടെ അവൻ്റെ കുളിക്കാൻ കയറുന്ന സമയത്തെ ഡ്രസ്സിൽ നിന്നും ആ റിപ്പോർട്ട് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് സംഭവം അറിയാൻ വേണ്ടിയിട്ട് വൈജ അത് തുറന്നു നോക്കുമ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന കാര്യം വൈജ കാണുന്നത്. അതിനകത്ത് അലീനയുടെയും രോഹിത്തിൻ്റെയും DNA ടെസ്റ്റ് എടുക്കാനായിട്ട് രോഹിത് പോയിരുന്നല്ലോ, ആ ഒരു റിസൾട്ടാണ് ആ കയ്യിൽ. അതിൽ നിന്നും അലീന രോഹിത്തും ഒരേ ബ്ലഡാണെന്നുള്ള കാര്യം മനസ്സിലാവാണ്. രണ്ടുപേരും സഹോദരങ്ങളാണെന്നും വൈജ മനസ്സിലാക്കുന്നുണ്ട്. ഇത് കണ്ട് വൈജ ആകെപ്പാട് ഞെട്ടി നിൽക്കുകയാണ്. ഇത്രയും ദിവസവും അത് മകളൊന്നുമല്ല, അയാൾ വശീകരിച്ചു വെക്കുന്നൊരു പെണ്ണാണ്. എങ്ങനെയെങ്കിലും തൻ്റെ സ്ഥാനം അടിച്ചു മാറ്റാൻ വന്ന ഒരു പെൺകുട്ടിയാണെന്ന് കരുതി ഇരിക്കുകയായിരുന്നല്ലോ വൈജ. എല്ലാവരെയും മകളാന്ന് പറഞ്ഞ് പറ്റിക്കുകയാണെന്നും ഇവള് മകളൊന്നുമല്ല, ഇവള് ശരിക്കും അയാളുടെ രണ്ടാം ഭാര്യയാകാൻ വന്നവളാണെന്നൊക്കെ കരുതി ഇരിക്കുകയായിരുന്നല്ലോ. ഇത് കണ്ടതോടുകൂടി വൈജയ്ക്ക് ആകെപ്പാട് ടെൻഷനായി. വല്ലാത്തൊരു വിറയൽ പോലെയൊക്കെ അവൾക്ക് ഫീൽ ചെയ്യാണ്. കാരണം അത് ബാലൻ്റെ സ്വന്തം മകളാണല്ലോ. അങ്ങനെ ആ റിസൾട്ട് അവൻ അനക്കാതെ വെച്ചതിന് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിയിട്ട് സ്വന്തം മുറിയിലേക്ക് പോയിട്ട് കഥ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് നോക്കുന്നുണ്ട്. കുട്ടിക്കാലം മുതലേ ബാലനെ തനിക്കറിയായിരുന്നു. തന്നെ മാത്രമേ അയാളെ സ്നേഹിച്ചിട്ടുള്ളൂ. ആകെ കൂടെ 2 വർഷം മാത്രമേ തമ്മിൽ പിരിഞ്ഞിരുന്നിട്ടുള്ളൂ. ആ 2 വർഷമാണ് ആഗ്രയിൽ പോയി താൻ സ്റ്റാൻലിയുമായി പ്രണയത്തിലാവുന്നതും അവിടെ വെച്ച് ഗർഭിണിയാവുന്നതും ഒരു കുഞ്ഞുണ്ടാവുന്നതും. അതേ സമയത്ത് തന്നെ ബാലചന്ദ്രൻ ഗൾഫിലായിരുന്നു. അവിടെ സ്വത്തുണ്ടാക്കാൻ വേണ്ടി അയാൾ കിടന്ന് കഷ്ടപ്പെടുമായിരുന്നു. ആ സമയത്ത് അയാൾ എങ്ങനെയാ ഒരു പെണ്ണെ സ്നേഹിച്ചത്? അപ്പോഴും അയാൾ എന്നെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു, എന്നോട് സ്നേഹമായിരുന്നു. കുട്ടിക്കാലം മുതൽ അയാൾ എന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പിന്നെ ആരായിരിക്കും അയാളുടെ കാമുകി? ആരായിരിക്കും അത് എന്നിങ്ങനെ അവൾ ആലോചിക്കാണ്. അങ്ങനെ ഒരു കാമുകി ഉണ്ടായിരുന്നെന്നും അതിലൊരു കുട്ടിയുണ്ടെന്നും താൻ ഇത്രയും വർഷം തന്നെയാണല്ലോ അറിയുന്നത്. അപ്പോൾ അത് ആരായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഇടയ്ക്കെങ്ങാണം അയാൾ വന്ന സമയത്തെങ്ങാണം ഏതെങ്കിലും സ്ത്രീകളുമായിട്ട് ഇഷ്ടപ്പെട്ടതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എന്താണേലും താൻ ബാലനെ ചതിച്ച പോലെ തന്നെ ബാലൻ തന്നെയും ചതിച്ചു എന്ന് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അയാളുടെ മുമ്പിൽ കൂനിക്കുരുവി നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല.
അത് അയാളുടെ മകളാണല്ലോ. ഞാൻ ചെയ്ത പോലെ തന്നെ തെറ്റ് അയാളും ചെയ്തു. പിന്നെ ഞാനെന്തിനാ അയാളുടെ മുമ്പിൽ ഇങ്ങനെ കൂനിക്കൂടി നിൽക്കുന്നത് എന്ന് മനസ്സിൽ ഓർക്കാണ്. ഈ സമയത്ത് അലീന വന്ന് ഡോറ് മുട്ടുന്നുണ്ട്. കഥ തുറന്നു പാടെ മാഡം ചായ എന്ന് പറയാണ്. ഞാൻ നിന്നോട് ചായ ആവശ്യപ്പെട്ടോ? ആവശ്യപ്പെട്ടൊന്നുമില്ല. ഈ സമയത്ത് ഇവിടെ എല്ലാവർക്കും ചായ എടുക്കാറുള്ളതാ. ഇവിടെ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ചായ എടുക്കും. മാഡത്തിന് വേണമെങ്കിൽ എടുക്ക്, അല്ലെങ്കിൽ ഞാൻ പോവാ. അവിടെ വെച്ചിട്ട് പോടി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതവിടെ വെച്ചിട്ട് പോവാണ്. അതിനുശേഷം നീ നിന്നേ എന്ന് പറയുന്നുണ്ട്. എന്താ മാഡം എന്ന് ചോദിക്കുമ്പം അല്ല ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഈ 23 വർഷക്കാലം നീ ഇങ്ങോട്ടേക്ക് വന്നില്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തില് നീ എങ്ങനെ അറിഞ്ഞത് ബാലനാണ് നിന്റെ അച്ഛനെന്ന്? നീ ഒരു അനാഥാലയത്തിൽ കഴിയായിരുന്നല്ലോ. അപ്പൊ നിനക്ക് ആരുമില്ലെന്നല്ലേ പറഞ്ഞിരുന്നേ. പിന്നെ നീ എങ്ങനെ മനസ്സിലാക്കി ബാലന സ്വന്തം അച്ഛനെന്നുള്ള കാര്യം? അപ്പോഴേക്കും അലീനയ്ക്ക് എന്ത് പറഞ്ഞറിയില്ല കേട്ടോ. അത് പിന്നെ എന്ന് പറയുമ്പം പറ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പ്രജിത മമ്മി മരിക്കുന്നതിന് മുമ്പ് മാഡത്തിൻ്റെ അച്ഛൻ അവിടെ വന്നിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്നെ ആരാ കൊണ്ടുവന്നെന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചിരുന്നു. ആ സമയത്താണ് ഇവിടുത്തെ ഇവിടുത്തെ അച്ഛൻ്റെ അഡ്രസ്സ് കൊടുത്തത്. അതിൽ നിന്നും മാഡത്തിന് അച്ഛൻ മനസ്സിലാക്കായിരുന്നു ഇവിടുത്തെ അച്ഛനാണ് എൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം. എന്നെ അവിടെ കൊടുത്ത സ്ത്രീ, അതായത് എൻ്റെ അമ്മ അവിടെ പറഞ്ഞിരുന്നത് അവർ രണ്ടും പേരായിരുന്നു. ആ സ്ത്രീ, എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്തിരുന്നു കുറച്ചാൾക്ക് ശേഷം. അതുകൊണ്ട് പുറത്ത് ആരും അറിയിക്കണമെന്ന് അറിയാതെ പ്രജിതാമ്മ അത്രയും കാലം ആ സത്യം മൂടി വെക്കായിരുന്നു. പക്ഷേ മരണക്കിടക്കിൽ കിടന്നപ്പോൾ എന്നെ എവിടെയും ഏൽപ്പിക്കണ്ടേ, അതുകൊണ്ട് ആ സത്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞത് എന്ന് പറയാണ്. ഇതത്രയ്ക്കും വിശ്വസിക്കാൻ പറ്റുന്ന കഥയൊന്നും അല്ലല്ലോടി എന്ന് പറയുമ്പം എനിക്കിത്രയും അറിയുള്ളൂ മാഡം, എന്തെങ്കിലും അറിയണമെങ്കിൽ അച്ഛനോട് ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എസ്കേപ്പ് ആവുകയാണ്. അവളുടെ മുഖത്തെന്തോ കളലക്ഷണം ഉണ്ടല്ലോ. അവൾ പറഞ്ഞില്ല കള്ളത്തരാന്ന് തോന്നേ എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് വൈജ. നേരെ അലീന ബാലിന്റെ മുറിയിലേക്ക് പോയിട്ട് വൈജ ചോദിച്ച കാര്യങ്ങൾ പറയാണ്. അല്ല അവക്കിപ്പോൾ എന്താ അത്രയ്ക്ക് വലിയ ക്യൂരിയോസിറ്റി? നീ ആറ് മകളാന്നൊക്കെ അറിയാനായിട്ട്? അറിയില്ലച്ചാ. എന്തായാലും ഇപ്പോൾ രോഹിത് പോയിട്ട് DNA ടെസ്റ്റ് എടുത്ത് വന്നല്ലോ. അതിനെക്കുറിച്ചല്ലേ നീ റൂമിൽ വെച്ച് പറഞ്ഞു കാണുമോ അച്ഛൻ്റെ മകളാണ് ഞാനെന്ന് ഉറപ്പായെന്ന്? ഇനി അതിൻ്റെ അന്വേഷണം ആയിരിക്കും ചിലപ്പോൾ. മോനോട് വിളിച്ച് ചോദിച്ചു കാണും എന്തിനാ പോയെന്നൊക്കെ. അപ്പോൾ അവൻ പറഞ്ഞു കാണും DNA ടെസ്റ്റിൻ്റെ കാര്യം. അപ്പോൾ എൻ്റെ മകളാണെന്ന് അവൾ വിശ്വസിച്ചു കാണും. അതായിരിക്കും കാര്യം എന്ന് പറയാണ്. ഒരു വഴിക്ക് അങ്ങനെ തന്നെ നിൽക്കട്ടച്ചാ, അതാ നല്ലത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് പോകണം. നീ എന്തിനാ പോണത്? ഇപ്പം തന്നെ അവൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നാളും എന്നെ നിന്നും ചേർത്ത് ഓരോ കഥകൾ ഉണ്ടാക്കല്ലായിരുന്നോ? ഇപ്പോൾ അവൾക്ക് മനസ്സിലായല്ലോ നീ എൻ്റെ ചോരയിൽ പിറന്നെൻ്റെ കുഞ്ഞാണെന്ന്. പിന്നിപ്പോൾ അവളോട് എന്ത് പറയാനാ? അതുകൊണ്ട് അവൾ പറഞ്ഞൊന്നും നീ കാര്യമാക്കാൻ നിൽക്കേണ്ട. നീ നിന്റെ കാര്യം നോക്കാൻ നോക്ക്. നീ ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല എന്ന് പറയാണ്. അച്ഛാ അത് ശരിയാവില്ല. ഇത് നിങ്ങളുടെ വീടാ. അച്ഛനും മേഡവും 3 മക്കളും കൂടി സന്തോഷമായിട്ട് കഴിഞ്ഞിടുന്ന വീടായത്. അതിനിടയിലേക്ക് ഈ അലീന എന്ന് പറഞ്ഞ നാശം കയറുന്നപ്പിനല്ലേ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ പോണം. അത് നീയല്ലോ തീരുമാനിക്കേണ്ടത്. ഞാനാ തീരുമാനിക്കേണ്ടേ? ഞാനാണല്ലോ നിന്റെ അച്ഛൻ. അങ്ങനെയുള്ളപ്പോഴേ എൻ്റെ തീരുമാനമാണ് ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് നീ ഇവിടുന്ന് എങ്ങും പോണില്ല എന്ന് പറയാണ്. അച്ഛാ ഞാൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ മേഡം ഇവിടുന്ന് പോകും. പോട്ടെ, ആർക്കാ നിർബന്ധം നിൽക്കാൻ? അവളിവിടെ നിൽക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് അവിടെ പോയാലും വന്നാലും എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് പോവാണ്. ഇത്രയും കാലം അലീന ബാലിൻ്റെ മകളാണെന്ന് പറഞ്ഞതൊന്നും വൈജ വിശ്വസിച്ചില്ലായിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ വിശ്വസിക്കാതിരിക്കാനൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ വിശ്വസിക്കുകയാണ്. ഈ സമയത്ത് ബബിത മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. വൈജ ചോദിക്കുകയാണ്, അല്ല നിന്റെ അഭിപ്രായം എന്താ? നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അമ്മേ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്. ഇവിടെ നിന്ന് പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആക്കിക്കൂടെ? അച്ഛനമ്മയും എന്തിനാ ഡിവോഴ്സ് ചെയ്യുന്നേ? അതുപോലെ തന്നെ രോഹിതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിക്കൂടെ? ഇപ്പം പോകാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാനെന്നല്ല ചോദിച്ചത്. നീ ഇപ്പോൾ അലീനായിട്ട് നല്ല സ്നേഹത്തിലാണോ? എനിക്കങ്ങ് സ്നേഹമൊന്നുമില്ല. അവളെ കാണുന്ന പോലും എനിക്ക് വെറുപ്പാ. പിന്നെന്താ നീ ഇപ്പോൾ അവളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാത്തേ? ഞാനെന്ത് പറയാനാമേ? ഇപ്പോൾ ഇവിടുത്തെ അധികാരമെല്ലാം അവൾക്കല്ലേ. മാനുവേട്ടൻ വന്ന് ഭയങ്കര ഉപദേശമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കണം, വീട് മാറി പോരുന്നൊക്കെ പറഞ്ഞോണ്ട്. അവനപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ? അവനപ്പോൾ നിങ്ങൾക്കെല്ലാം കീ കൊടുക്കുന്നല്ലേ? മനുവും ഇപ്പോൾ അലിയുടെ പിന്നാലെയാണല്ലോ. അവൾ പറഞ്ഞു കൊടുക്കുന്നതാണല്ലോ അവന് വേദവാക്യം.
അതേ അമ്മേ, അവർ തമ്മിലെ മുട്ടാൻ പറയാൻ പറ്റില്ല. നമ്മളാരും അറിയില്ലെന്നാ അവരുടെ വിചാരം. പക്ഷെ നമ്മളെല്ലാം അറിയുന്നുണ്ടെന്നേ അവരറിയുന്നുമില്ല. എന്തൊക്കെയാണേലും മനുവേട്ടിന് പറ്റാൻ പോണ ഏറ്റവും വലിയ അബദ്ധമായിരിക്കും ഈ അലീന. അതെന്തോ ആയിക്കോട്ടെ, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അമ്മേ, അത് പിന്നെ എന്താ? അത് പിന്നെ ആദ്യം വരാൻ തയ്യാറായി നിൽക്കുകയായിരുന്നല്ലോ, ഇപ്പം എന്നിട്ടെന്താ ഒരു മനമാറ്റം പോലെ? എനിക്കറിയില്ല, ഇവിടെ ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അമ്മേ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, രോഹിത്തിന് മുറിയിൽ നിന്നും DNA റിസൾട്ട് കിട്ടി. അതിൽ നിങ്ങളുടെ പെങ്ങളാണ്, നിങ്ങളുടെ മൂത്ത ചേച്ചിയാണ് അലീന. നിങ്ങളുടെ അച്ഛനുണ്ടായ മകൾ തന്നെയാ. ആണോ അമ്മേ? അത് സത്യമാണോ? ഇന്നലെ കൂടി മനുവേട്ടൻ എന്നോട് പറഞ്ഞതേ ഉള്ളൂ അലീന ബാലൻ്റെ അച്ഛൻ്റെ മകളാണെന്ന്. പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. അപ്പം മനുവേട്ടൻ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളെല്ലാം വിശ്വസിച്ചില്ലേ, പിന്നെ നിനക്കെന്താണെന്ന്? രോഹിയേട്ടന് വിശ്വാസം വരാഞ്ഞിട്ടാണോ പോയി DNA എടുത്തത്? ആയിരിക്കാം. അവൻ്റെ മുറിയിലിരുന്ന് ഞാൻ കണ്ടു അലീന അവനും ഒരേ ചോരയാണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. വൈജ എന്നും പറഞ്ഞ് എൻ്റെ പിന്നാലെ നടന്ന ആളാ. അയാൾക്ക് വേറൊരു പ്രേമം ഉണ്ടായിരുന്നു, അതിലൊരു കുട്ടി ഉണ്ടായിരുന്നെന്ന്. അയാൾ ഇത്രയും കാലം എന്നെ ചീറ്റ് ചെയ്യല്ലായിരുന്നോ? ദ്രോഹി എന്ന് പറയാണ്. അമ്മേ, 10-23 വർഷം മുമ്പ് കഴിഞ്ഞു പോയ കാര്യമല്ലേ? അച്ഛന് പോലും അറിയില്ലായിരുന്നല്ലോ ആ പെണ്ണ് പ്രഗ്നൻ്റ് ആയിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നെന്ന്. ഈ കഴിഞ്ഞ ദിവസമല്ലേ അച്ഛൻ പോലും അറിഞ്ഞത്. പിന്നെ നമുക്ക് അച്ഛന് എന്ത് പറയാൻ സാധിക്കും? എങ്കിലും അയാൾ കാണിച്ചത് വൃത്തികളല്ലേ, എന്നെ ചതിക്കല്ലായിരുന്നു അയാൾ. എന്നിട്ടിപ്പോൾ പൂർണ്ണ അധികാരവും വലിഞ്ഞു കയറി വന്ന അവക്ക്. അങ്ങനെ കണ്ടവടെ കൊച്ചിനെ വളർത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇവള് നിൽക്കുന്നിടത്ത് ഞാൻ നിൽക്കില്ല. അമ്മേ, ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, അതുകൊണ്ട് ഇപ്പം നമുക്ക് ഒന്ന് കണ്ണടയ്ക്കാം. രോഹിയുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മാറട്ടെ. അമ്മ അച്ഛൻ തമ്മിലും ഒന്ന് സോൾവ് ആകാൻ ശ്രമിക്ക്. അതിനുശേഷം നൈസായിട്ട് നമുക്ക് അവളെ ഒഴിവാക്കാം. അവൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണ്ടത്തെ പോലെ സന്തോഷത്തോടെ ജീവിക്കാമല്ലോ. ഞാൻ അയാളുടെ കാല് പിടിക്കണോ? അയാൾ എന്നെ ചതിച്ചതല്ലേ. അയാളുടെ കാല് ഞാൻ പിടിച്ചിട്ട് വേണോ ഞാൻ ജീവിക്കാൻ? അമ്മ, അത് പിന്നെ ഞങ്ങൾ മക്കളുടെ കാര്യം കൂടി അമ്മ നോക്കണ്ടേ? വേണ്ട, ഒന്നും പറയണ്ട. നിന്നെ അവൾ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ നീ പോലും ഇപ്പം വരുന്നില്ലല്ലോ. എൻ്റെ കൂടെ ആരും വരണ്ട, ഞാൻ പോയിക്കോളാം. വല്യങ്ങള് പറഞ്ഞത് അമ്മ കേട്ടതാണല്ലോ. എന്തൊക്കെയോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ അമ്മയെ കൊണ്ടുവന്നെന്ന് മനസ്സിലായി. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ഓർത്താൽ കൊള്ളാം എന്ന് പറയാണ്. അലീനയുടെ മുഖത്തെ വെപ്രാളം പരവേശമൊക്കെ നന്നായിട്ട് വൈജി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇവളുടെ ഭാഗത്ത് എന്തോ ഒരു കള്ളത്തിലുണ്ടല്ലോ. പക്ഷെ എന്താണേലും ബാലന്റെ മകളാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അവളുടെ മുഖത്ത് എന്തൊക്കെയോ ഒരു കള്ളത്തിലുണ്ട്. അതെന്തായാലും കണ്ടെത്തണം, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് കരുതുകയാണ്. ശേഷം വൈജ വീണ്ടും രോഹിയെ ഫോൺ വിളിക്കാണ്. നീ താഴേക്ക് വന്നേ, എനിക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. രോഹി താഴേക്ക് വൈദ്യുതി മുറിയിലേക്ക് വരികയാണ്. അമ്മയ്ക്ക് എന്താമേ പ്രശ്നം? എന്നെ സമാധാനത്തിനിരിക്കാൻ അമ്മ സമ്മതിക്കില്ലേ? അമ്മയുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കൂടെ ജീവിതം അമ്മ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി അമ്മയ്ക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയാണ്. നീ എന്താടാ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിന്നെയൊക്കെ അങ്ങനെയാണ് വളർത്തിയത്. ഞാൻ നിന്റെ അമ്മയല്ലേ? അമ്മയൊക്കെ തന്നെയാ. പക്ഷെ അമ്മ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക ഭേദം. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും അമ്മ അച്ഛന് റെസ്പെക്റ്റ് കൊടുത്തിട്ടുണ്ടോ? അച്ഛനാണെന്ന് സ്വന്തം ഭർത്താവാണെന്നെങ്കിലും അമ്മ കരുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോഴും ഞങ്ങളുടെ മുമ്പിൽ അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം കേട്ട് ആ പാവം സഹിക്കായിരുന്നു. ഇപ്പോഴല്ലേ പൊട്ടിത്തെറിച്ച് നല്ലൊരു ആണത്തുള്ള ഒരാളായത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അച്ഛനെ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഞങ്ങൾ അനുസരിക്കുള്ളൂ. നിൽക്കടാ അവിടെ. നിന്റെ മുറിയിലേക്ക് ഞാൻ വന്നിരുന്നു. ആ DNA റിസൾട്ട് ഞാൻ കണ്ടു. ഓഹോ, അപ്പം മുറിയിലേക്ക് വന്നതൊക്കെ കണ്ടല്ലേ? ആ കണ്ടടാ. അത് കഴിഞ്ഞപ്പോഴാണോ നിനക്ക് ഇളക്കാൻ തുടങ്ങിയത്? അവളെ സ്വന്തം ചേച്ചി എന്നറിഞ്ഞപ്പോൾ നിന്റെ മനസ്സങ്ങ് മാറിയോ? നിന്റെ അച്ഛൻ എന്നെ ചതച്ചതുകൊണ്ടാ അവൾ നിന്റെ ചേച്ചിയായത്. അതെന്താ നീ മറന്നുപോയോ എന്ന് ചോദിക്കാണ്. അമ്മേ, 10-21 വർഷം മുമ്പ് സംഭവിച്ച കാര്യമാണ്. അതും അച്ഛൻ അത് അറിഞ്ഞിട്ട് കൂടി ഇല്ലാത്ത സംഭവമാണ്. അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് അച്ഛൻ അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ അച്ഛൻ പറയാതിരുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ പറയായിരുന്നല്ലോ. ഇപ്പം എന്തായാലും ഇപ്പം അറിഞ്ഞു, അതുകൊണ്ട് വന്ന് പറഞ്ഞു. അതിലിപ്പോൾ നമ്മൾ എന്ത് കുറ്റപ്പെടുത്താൻ സാധിക്കും? എല്ലാ മനുഷ്യർക്കും ഓരോ തെറ്റ് പറ്റാറില്ലേ? ദേ ഇപ്പോൾ എനിക്ക് പറ്റി, അച്ഛന് പറ്റി, അമ്മയ്ക്കും പറ്റി കാണുമല്ലോ. അപ്പോൾ വൈദ്യം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്താ അമ്മേ, അമ്മയ്ക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലേ? അമ്മ അങ്ങനെയാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു തെറ്റൊക്കെ പറ്റും. അതൊക്കെ നമ്മളെ മനുഷ്യന്മാരാ ക്ഷമിക്കേണ്ടത് എന്ന് പറയാണ്. എന്തായാലും അലീന എൻ്റെ സ്വന്തം ചോരയാണെന്ന് അമ്മയ്ക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ.
ഇനിയിപ്പോൾ അവളിവിടുന്ന് പറഞ്ഞിടണമെന്നും അച്ഛൻ സമ്മതിക്കില്ല. അതുകൊണ്ട് അമ്മ എന്താച്ചാ തീരുമാനിച്ചോ. എന്താച്ചാ തീരുമാനിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോണോടാ. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അവളോട് നിൽക്കുന്നതുകൊണ്ട് അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? അവളൊരു ഹോം നേഴ്സായിട്ട് വന്നതല്ലേ. ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് ആർക്കും ഒരു ശല്യമില്ലാതെ അവൾ ജീവിക്കല്ലേ. അമ്മയുടെ കാര്യം നോക്കുന്നുണ്ട്, എൻ്റെ ബാക്കി എല്ലാവരും കാര്യം നോക്കുന്നില്ലേ. പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം? നമ്മുടെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വരുന്നില്ല, അമ്മയുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല, മറ്റൊന്നുമില്ല. എല്ലാവർക്കും സഹായമല്ലേ ചെയ്യുന്നുള്ളൂ. ദേ ഇപ്പറഞ്ഞ ഞാൻ പോലും ഇവിടെ നിൽക്കുന്നതിന് കാരണം ആരാ? ആലീനയല്ലേ. പിന്നെ എന്തിനാ വെറുതെ അവളോട് ദേഷ്യപ്പെടുന്നത്? അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ നോക്ക് എന്ന് പറയാണ്. അങ്ങനെ വൈജ അവിടെ ഇരുന്നിട്ട് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവളെ ഇവിടുന്ന് പുറത്ത് ചാടിക്കണം. ഈ വീട്ടില് ഞാൻ മാത്രം മതി. അങ്ങനെ കണ്ടവളമാരെ പ്രസവിച്ച കൊച്ചിനെ ഒന്ന് വളർത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല. അവളിവിടെ വേണ്ട. എൻ്റെ മക്കളെ കൂടി അവളിപ്പോൾ മാറ്റിയെടുത്തോണ്ടിരിക്കുക. ആദ്യൻ്റെ ഭർത്താവിനെ എൻ്റെ അടുത്തുനിന്ന് പിരിച്ചു. പിന്നെ എൻ്റെ ഇളയ മോളെ, ഇപ്പതേ എൻ്റെ മൂത്ത മോനെയും അവളെയും കൂടി തിരിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ എൻ്റെ ആങ്ങളമാരെല്ലാം അവളെ കൈവശപ്പെടുത്തി. ഇനി ഒരിക്കലും അവളോട് നിർത്താൻ പാടില്ല. എങ്ങനെയെങ്കിലും ആ നാശം പിടിച്ചവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം എന്ന് മനസ്സിലിങ്ങനെ കരുതിക്കൊണ്ട് വൈജ നിൽക്കുകയാണ്. എന്നിട്ട് ഇവളെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടി വൈജ ശ്രമിക്കുന്നുണ്ട്. ഇവളുടെ മുഖത്തെ ആ ഭാവമാറ്റം എന്തായിരിക്കും? ഇവള് ശരിക്കും ആരാണ്? എന്താണ് ഇവളുടെ പിള്ളേർ കള്ളത്തരമെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വൈജ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഹൈപ്പും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.